അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതില്ലേ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയ ശേഷം വീഡിയോ എടുത്തതാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറച്ച് ബട്ടറിൽ കുറച്ച് വെളുത്തുള്ളിയും ബ്രൊക്കോളിയും ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, വേവിച്ച മുട്ടയും കുറച്ച് ഒലീവ്സും കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തതാണ്. ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രദറെല്ലാം പോയി ഞാനിതാ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു മണി പ്ലാന്റിലെ എന്താ പറയുക, ആ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് മണി പ്ലാന്റ് ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലെ കാണാൻ. ഇനിയിപ്പോൾ ഇതാ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാനും എക്കും മോനും ഡ്രസ്സെല്ലാം ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കലാണ് കേട്ടോ. എന്നിട്ട് ഇതാ റൂമെല്ലാം പൂട്ടി ബ്രദർ ഓഫീസിൽ പോയിട്ടുണ്ടായിന്. അപ്പം ബ്രദർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ബ്രദർ എഞ്ചിനീയറാണ് കേട്ടോ. പിന്നെ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പാക്കിങ് തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇതാ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമെല്ലാം ക്ലീൻ ആക്കി ബ്രേക്ക്ഫാസ്റ്റല്ലേ നമ്മൾ രാവിലെ കഴിച്ചത്. ഇതിപ്പോൾ ഉച്ച ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ലഞ്ചും കൂടി കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ റൂം എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന്. ഇത് വരുന്നത് നാദൽ അമറിലാണ് കേട്ടോ. അപ്പം ഇവിടെ താഴെ തന്നെ ഫുഡുണ്ട്. തൊട്ട് ഇപ്പുറം തന്നെ ഫുഡ് ഐറ്റംസ് എന്താ പറയുക, ക്യാപ്സിയും പിസ്സ ഐറ്റംസ് എല്ലാം കിട്ടും. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ എത്തുമ്പോൾ ഒരു 4 മണിയാവും. ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ റിസോർട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. JA പാം ട്രീ കോട്ട്, JA റിസോർട്ട്, JA ഹോട്ടൽ, JA പാം ട്രീ കോട്ട്, ഇതെല്ലാം ഒരേ കോമ്പൗണ്ടിനുള്ളിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി റിസപ്ഷനിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോലാണ്. ബഗ്ഗിലാണ് കേട്ടോ പൂന്നെ. അപ്പം നമ്മൾ ഒന്ന് സ്റ്റേ ചെയ്യാൻ ഈ ഒരു റിസോർട്ടിനെ സെലക്ട് ചെയ്യാൻ കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം റിസോർട്ടിൽ എന്താ പറയുക, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു കോമ്പൗണ്ടിനുള്ളിൽ പല റിസോർട്ടും അതുപോലെ ഹോട്ടൽസും എല്ലാം ഉണ്ട്. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഇവർ ഈ റിസോർട്ട് പണിതിട്ടുള്ളത്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും കാര്യങ്ങളും. ഇത് ഗൾഫിലൊരു റിസോർട്ടാണെന്ന് പറയൂല കേട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളും തെങ്ങും എല്ലാം ഉണ്ട്. നാട്ടിലെവിടെയോ പോയാലത്തെ ഒരു ഫീലാണ്. ഇനിയിപ്പം പാരൻസിനും കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ആക്കാം. മൻഹ ഇപ്പം മാത്സ് ക്ലാസ്സിലാണ്. ബാൻസു എന്ന് പറഞ്ഞിട്ടുള്ള മാത്സ് ക്ലാസ്സാണ് കേട്ടോ ഇത്. നോർമലി മാത്സ് പഠിപ്പിക്കുന്ന പോലെയല്ല ഇവർ മാത്സ് പഠിപ്പിക്കുന്നത്. ഇത് അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവർ മാത്സ് പഠിപ്പിക്കുന്നത്. കാരണം മെൻ്റൽ മാത്സാണ് ഇവർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിക്ക് ബുക്കിൻ്റെയോ പെന്നിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ കുട്ടികൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നല്ല രീതിയിൽ മാത്സ് പഠിച്ചെടുക്കാനും കഴിയും കേട്ടോ. അതിനുള്ള ട്രിക്സും ടിപ്സെല്ലാം ഒന്ന് ഇവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിക്ക്. മാത്സിൻ്റെ ബേസിക്സും പിന്നെന്താ മെൻ്റലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ട്രിക്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താ പറയുക, കുട്ടികൾക്ക് മാത്സിനോടുള്ള പേടി മാറാനും അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ബാസുവിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ നീലകണ്ഠൻ ഭാനുവാണ്. വേൾഡിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ കൂടിയാണ്. അവരുടെ ട്രിക്സൊക്കെയാണ് ഇതിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോലത്തെ നമ്മളെ കുട്ടികൾക്ക് മാത്സിന് എന്താ പറയുക, മാത്സിന് ബേസിക്സ് ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല, കോൺഫിഡൻസ് ഇല്ല എന്നല്ല ഉള്ളതാണെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇത്
ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ഓഫറും ഇവർ കൊടുക്കുന്നുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് അവർ ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലില്ലേ 20% ഓഫറും കൂടി ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലിമിറ്റഡ് ടൈം ഓഫറാണ് കേട്ടോ വരുന്നത്. അപ്പം എൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കയറുന്ന എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് കേട്ടോ ഈ ഒരു 20% ഓഫർ വരുന്നത്. ഞാനിപ്പം മൻഹാൻ്റെ നാട്ടിലുള്ള വീഡിയോ ഓൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പം നാട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യുക. UAE UK USA അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. മാത്സ് അറിയാത്ത കുട്ടികൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ മാത്സിൽ കൂടുതൽ അറിയണം, എന്താ പറയുക മെൻ്റലി അവർക്ക് പ്രോബ്ലംസ് ബുക്കും പേനയും ഇല്ലാണ്ട് തന്നെ സോൾവ് ചെയ്യാൻ കഴിയണം, കുട്ടികളെ കുറച്ചുകൂടി സ്മാർട്ടാക്കണം, കുട്ടികളുടെ എന്താ പറയുക കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. അടിപൊളി ക്ലാസ് തന്നെയാണ്. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തത് മറക്കണ്ട. അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫറും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തി. നമ്മൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. സൂപ്പർ കിങ് സൈസ് ആയിട്ടുള്ള റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 2 ദിവസം എന്താ പറയുക 2 ദിവസം സ്റ്റേ ചെയ്യുന്നതല്ലേ അങ്ങനെ. അപ്പം നല്ലത് നോക്കിയിട്ട് തന്നെ എന്താ പറയുക നല്ലൊരു റൂം തന്നെ വേണമെന്നുണ്ടായിട്ടുണ്ടായിനി. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. ഈ റൂമിൻ്റെ വാഷ്റൂം ഇതാണ് കേട്ടോ വരുന്നത്. സെപ്പറേറ്റ് ബാത്ത് ഏരിയയിലായിട്ടാണ് ഈ ഒരു എന്താ പറയുക വാഷ്റൂം വരുന്നത്.
ഇനിയിപ്പം നമ്മളൊന്ന് ഫ്രഷായി പുറത്തേക്ക് പോലാന്ന്. അപ്പം ഇവിടുത്തെ ബീച്ചും പൂളും പിന്നെന്താ കിഡ്സിന് കളിക്കാനായിട്ട് ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് എന്താ പറയുക മുഹമ്മദിനെ കൂട്ടിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഫ്രഷായി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തന്നെയല്ലേ വന്നേ. പിന്നിപ്പം വൈകുന്നേരമായി ഒരു കോഫിയെല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോലാന്ന്. അപ്പോൾ ഈ പോകുന്ന വഴികളിലല്ലേ ഒരുപാട് അരുവികളും പിന്നെ വാട്ടർഫാളും അതുപോലെ തന്നെ കുറേ മയിലും കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നടന്നിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങാൻ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ആയതുകൊണ്ട് നല്ല ടയർഡാണ്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക മോനിക്ക് സ്പ്ലാഷ് പാർക്ക് ഉണ്ട്, അവിടെ പോയിട്ട് അവൻ്റെ പുരം എന്താ പറയുക കുറച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോലാന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പോകണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ബഗ്ഗിയെ വിളിച്ചാൽ മതി. അവർ എവിടെയാണെന്നോ നമ്മളെ ഡ്രോപ്പ് ചെയ്യേണ്ടത് അവിടെ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ ഇഷ്ടം പോലെ ഒരുപാട് പൂളുകളും വാട്ടർ പാർക്കെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ ഹോട്ടൽസിനും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിനും ഓരോ പൂളുകളാണ് കേട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിതാ വാട്ടർ പാർക്കിൽ എത്തിയിട്ടുണ്ട്, സ്പ്ലാഷ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ളതും ഉണ്ട്, പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്കുള്ളതുണ്ട്.
ഇനിയിപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്, നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോലാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലഞ്ച് പുറത്തുനിന്നാണ് കഴിക്കുക, ലഞ്ചും പിന്നെ വൈകുന്നേരം കോഫിയും അങ്ങനെ പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഭയങ്കര രസമുണ്ട് കേട്ടോ, നൈറ്റിലിങ്ങനെ നടക്കാൻ വേണ്ടിക്ക്. ഇവിടെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, റിസോർട്ട് മാത്രമല്ല. അപ്പോൾ നമ്മൾ റിസോർട്ട് സെലക്ട് ചെയ്തത് ഇവിടെ ഏറ്റവും നല്ലതായിട്ടുള്ളത് റിസോർട്ട് തന്നെയാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകലാണ്. ഫുഡ് ഐറ്റം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക നല്ല ടയേർഡാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ഇവിടെ ഇരിക്കലാണ്. ഞാൻ ഫുഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാര്യം പിറ്റേ 2 ദിവസം ഉണ്ടല്ലോ വീഡിയോ എടുക്കാനും വിചാരിച്ചിട്ട്. കാര്യം നല്ല ടയർഡാണ്, എന്താ പറയുക നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാൻ മൂടുണ്ടായിട്ടില്ല. അപ്പോൾ എന്താ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകലാണ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയി, നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രി ഡിന്നർ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇപ്പം വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസും ഉണ്ട്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള കുറേ ഐറ്റംസും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ അന്നേരം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കാക്കി തരും കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക ഇവിടെ ഉള്ളത് തന്നെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഓരോന്ന് നോക്കിയെടുക്കലാണ്. അപ്പോൾ ഇതാണ്ടിൽ പല ഫ്ലേവറിലുള്ള തൈരാണ് കേട്ടോ, അതുപോലെ ഫ്രൂട്ട്സ് എല്ലാ ടൈപ്പിലുള്ള വെജീസ് കാര്യങ്ങൾ, പിന്നെന്താ ചീസ് എല്ലാം ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസത്തെ ഉച്ചക്ക് രാത്രിത്തെ എന്താ പറയുക ഉച്ചക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. സാധാ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ പൂളിലും പാർക്കിലും കാര്യങ്ങളെല്ലാം പോയി അങ്ങനെ കുറേ സമയം ചിലവാക്കി. പിന്നെ ഇതാ രാത്രിയായി, രാത്രി വീണ്ടും നമ്മൾ പുറത്തേക്ക് പോകലാണ്.
അന്നത്തെ ദിവസത്തെ രാത്രിത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യം കണ്ടേ. പിന്നെ ഇതാ നമ്മൾ ലാസ്റ്റ് ഡേയിൽ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിക്ക് വന്നതാണ്. കാര്യമായിട്ട് ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടുതൽ ഷൂട്ട് ചെയ്യാണ്ട് തന്നെ. അപ്പം രാവിലെ ഇതാ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ മുട്ട ചീസിൽ ഓംലേറ്റ് ചെയ്ത ഐറ്റമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ ഉച്ചയായി നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് പോലാണ്. അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ. നമ്മളൊരു മരുഭൂമിയിൽ ഇത്രയും പച്ചപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു ഫീലാണ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഇതാ നമ്മൾ തിരിച്ച് പോലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താ പറയുക, നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലായിട്ട് വരാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.